സർവവേദ സത്യവാദം എന്ന് പറയുന്ന വളരെ ദുർബലമായ ഒരു വാദം. ഇസ്ലാമിനെക്കുറിച്ച് അല്പമെങ്കിലും ജ്ഞാനമുള്ള ആളുകളുടെ മുമ്പിൽ വളരെ നിസ്സാരവും ദുർബലവുമായിട്ടുള്ളൊരു വാദം. എന്നാൽ എന്തുകൊണ്ടോ ചില ആളുകളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പല ഇസങ്ങളെക്കുറിച്ചിട്ടും പല ആശയങ്ങളെക്കുറിച്ചും ഒക്കെ കേൾക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഉപജ്ഞാതാക്കളെ നമ്മൾ നേരിട്ട് കാണാറുണ്ടാവില്ല. അവർ അനുയായികളെ ആയിരിക്കും നമ്മൾ കാണുക. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്, ഈ സർവവേദ സത്യവാദം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന CH മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം നേരിട്ട് എൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് തന്നെ അദ്ദേഹം പറയുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാനും, എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അത് പിൻവലിക്കുകയും ചെയ്ത വളരെ നിസ്സാരമായ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു, അവർക്കത് മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം, ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ പറയുകയാണ് ചക്കയും മാങ്ങയും ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയാണ് ചക്കയും മാങ്ങയും ഒന്നാണ് എന്ന് പറയുമ്പോൾ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചക്ക മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് കരുതുക, അവർ മാങ്ങ കണ്ടിട്ടില്ല. അപ്പോൾ 2 തരത്തിൽ അതിന് അർത്ഥം കൊടുക്കാം. ചക്കയുടെ മറ്റൊരു പേരാണ് മാങ്ങ. ആ വാക്യത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ചക്ക തന്നെയാണ്, ചക്കയും മാങ്ങ ഒന്ന് തന്നെ, ഇതാണ് വാക്യം. കാണാത്തവനെ സംബന്ധിച്ചിടത്തോളം ചക്ക മാത്രമേ നല്ലപോലെ കണ്ടിട്ടുണ്ട്. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചക്കയുടെ മറ്റൊരു പേരാണ് മാങ്ങ. എന്നാൽ മാങ്ങയും കണ്ടിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മനസ്സിലാക്കാൻ പറ്റും? അദ്ദേഹം ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്കയും മാങ്ങയും ഒന്നാണെന്നല്ല, ചക്കയും മാങ്ങയും ഒരു വർഗത്തിൽപ്പെട്ടതാണ്, ഒരു പഴവർഗ്ഗമാണ് എന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ മനസ്സിലാകാത്ത ആളിനെ കൊണ്ടുപോയിട്ട് മാങ്ങ എന്ന് കാണിച്ചു കൊടുക്കുക, നീ കണ്ട ചക്കയാണോ ഇതെന്ന് ചോദിച്ചാൽ അവൻ പറയാം ഇത് ചക്കയല്ല എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ പരിശുദ്ധ ഖുർആൻ മുൻ വേദങ്ങളെ സത്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ, എങ്ങനെ സത്യപ്പെടുത്തി? അത് 100% സത്യമായ രൂപത്തിൽ ഇന്നും അവരുടെ കൈകളിലുണ്ട് എന്ന് മുസ്തഫ അടിച്ചങ്ങ് വിടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന ഗ്രന്ഥം എന്താണ് എന്ന്, ഇതിൻ്റെ ഏറ്റവും വലിയ രസം, ഈ ആശയമൊക്കെ പ്രചരണം നടത്തി അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ വാട്സാപ്പുകളിൽ സംവദിക്കുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന, അദ്ദേഹം തൗറാത്തെന്നും ഇഞ്ചീലെന്നും പറയുന്ന ഈ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ അദ്ദേഹം നേരെ ചൊവ്വേ അതിൻ്റെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ എത്ര പുസ്തകമുണ്ട്, ആരെഴുതി എന്ന ആമുഖമായ പ്രാഥമികമായ പഠനം പോലും നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അത് ഇച്ചിരി കൂടിപ്പോയില്ലെന്ന്, അല്ലേ? ഒരു ദിവസം ഞാൻ എൻ്റെ വാട്സാപ്പിൽ എന്നെ ചിലർ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, ലേണേഴ്സ് ഓഫ് ഇസ്ലാം. കാരണം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുക ചില അനുഭവങ്ങൾ പറയുമ്പോഴായിരിക്കും. അപ്പം നമ്മുടെ പണ്ഡിതന്മാർ സാധാരണ ഇതിനെ കൈകാര്യം ചെയ്യുക, മുസ്തഫ ഒരു ആയത്ത് ഓതുന്നു, മുസ്തഫ പോക്കറ്റിൽ നിന്ന് ഒരർത്ഥം വെക്കുന്നു, നമ്മുടെ പണ്ഡിതന്മാർ തഫ്സീർ വെക്കുന്നു, ഹദീസ് വെക്കുന്നു. ഹദീസ് ബുഖാരി മുസ്ലിം ഒന്നും ഇദ്ദേഹത്തിന് പ്രശ്നമല്ല. പിന്നെ ആകെ ഉള്ളത് അറബി ടെക്സ്റ്റിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ്. അതിൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകൃതമായിട്ടുള്ള പ്രാമാണികമെന്ന് നമ്മൾ കരുതുന്ന തഫ്സീറുകളൊക്കെ വായിക്കുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തഫ്സീറൊന്നും സ്വീകാര്യമല്ല. അപ്പോൾ ആ അറബി ടെക്സ്റ്റിന് നേരിട്ട് മുസ്തഫയ്ക്ക് തോന്നുന്ന ഒരു അർത്ഥം കൊടുക്കുന്നതിൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല. കാരണം എന്താ, ഹദീസ് കൊണ്ട് അർത്ഥം വെക്കാൻ പറ്റില്ല, തഫ്സീർ കൊണ്ട് അർത്ഥം വെക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ആ അറബി ടെക്സ്റ്റിന് നേരിട്ട് മുസ്തഫയ്ക്ക് ഒരു അർത്ഥം കൊടുക്കാം.
ഈ വാഗ്വാദങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും മുസ്തഫയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ വളരെ എളുപ്പത്തിൽ ഞാൻ നേരത്തെ കൈകാര്യം ചെയ്തതുപോലെ, ഈ മാങ്ങ കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ മുസ്തഫയുടെ കാര്യത്തിൽ സംഭവിച്ചത്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ലേണേഴ്സ് ഓഫ് ഇസ്ലാമിൽ ചർച്ച നടക്കുന്നു. ഞാൻ നോക്കിയപ്പം നമ്മുടെ വളരെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ശൂറാംഗത്തിൻ്റെ മകൻ വളരെ വലിയ പോരാട്ടം നടത്തുകയാണ് അവിടെ കിടന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയ മുസദ്ദിഖൻ എന്ന് പറഞ്ഞ് അത് ബൈബിളാണ്. അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മറുപടികളാണ് വരുന്നത്. അപ്പോൾ ആയത്ത് വരുന്നു, തഫ്സീർ വരുന്നു, ഹദീസ് വരുന്നു, ഇവർക്കതൊന്നും സ്വീകാര്യമല്ല. അവർ ഈ ഒറ്റ ആയത്തിൽ കടിച്ചു തൂങ്ങി സംസാരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിളിൻ്റെ ഇൻഡെക്സ് എടുത്ത് ആ ഗ്രൂപ്പിലേക്ക് ഇട്ടു. ആ ഇൻഡെക്സ് നിങ്ങൾക്കൊന്ന് കാണാം. ഇത് ബൈബിളാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കാരണം ഇത് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പഠിച്ചു പോവാം, എളുപ്പത്തിൽ പഠിച്ച് തീർത്തേക്കാം. ഇത് ബൈബിളാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ഇതാണ് ഈ CH മുസ്തഫ ഖുർആൻ അംഗീകരിച്ചു എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് ഈ ബൈബിൾ എന്ന വാക്ക് തന്നെ ബിബ്ലോസ് എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻഡെക്സാണ് ആ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു ഭാഗത്ത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ പുസ്തകങ്ങളെന്നും, ഇപ്പുറത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുതിയ ഉടമ്പടി, മറ്റേത് പഴയ ഉടമ്പടി, ഇത് പഴയ നിയമം, ഇത് പുതിയ നിയമം. ഇതിൽ പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളെയാണ് തോറ അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെയാണ് ഇദ്ദേഹം ഈ ഇഞ്ചീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് എടുത്ത് ഞാൻ ആ റൂമിലിട്ടു. ആ വാട്സാപ്പ് റൂമിലിട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ ഏതാണ് ഇഞ്ചീൽ? ഈ പുതിയ നിയമ ഭാഗത്തിൻ്റെ കാര്യം എടുത്തിട്ട്. അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ സുഹൃത്ത്, മുസ്തഫയുടെ ആശയം പേറിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇതെന്തുവാ സാഹിബെന്നാണ്. ഏത് ഒരു പുസ്തകം ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ മുമ്പിൽ ഞാൻ ഏത് ഭാഗമാണ് കാണിക്കുന്നത്? ഈ ഒരു ന്യൂ ടെസ്റ്റ്മെന്റിന്റെ 27 പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഇടുക. പുസ്തകം തുറന്നിട്ടില്ല, പുസ്തകം തുറന്ന് വൈരുദ്ധ്യം ചർച്ച ചെയ്തില്ല. അതിനു മുമ്പ് ജസ്റ്റ് പുസ്തകത്തിന്റെ ഇൻഡെക്സ് ഇട്ടപ്പോൾ ആ ചർച്ച ചെയ്തുകൊണ്ട് ദിവസങ്ങളിൽ ആൾ ചോദിക്കുകയാണ്, ഇതെന്തുവാ സംഭവം, ഇതെന്തുവാ? ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിന്റെ ഇൻഡെക്സ്. ഞാൻ ഞെട്ടുക. ഒരു മുസ്ലിം പരിശുദ്ധ ഖുർആൻ വിട്ടിട്ട്, ഞാനൊക്കെ ഇസ്ലാമിലേക്ക് വളരെ കഷ്ടപ്പെട്ടാ വന്നേ, അവിടെ നിന്ന് എങ്ങനെങ്കിലും അവിടെ നിന്ന് കാര്യം കഴിക്കാമോ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇസ്ലാമിലോട്ട് വന്നേ. ഞാൻ പല പണിയും നോക്കി. ഈസാ അലൈഹി ഇസ്ലാം ഇലാഹല്ല എന്ന് വിശ്വസിച്ചു. ഈസാ അലൈഹി ഇസ്ലാം കുട്ടികളെ തൃത്വത്തിൽ ഞാൻ ഉപേക്ഷിച്ചു. ഈസാ അലൈഹി ഇസ്ലാം ദൈവപുത്രനാണെന്ന് ഉപേക്ഷിച്ചു. എന്നിട്ട് ക്രിസ്തു മതത്തിൽ എങ്ങനെ നിന്ന് പഴിക്കാൻ പറ്റുമെന്ന് നോക്കി. അതും നടപടിയില്ല. നേരെ മറിച്ച് ഇസ്ലാം സ്വീകരിച്ചാൽ പറ്റുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ വളരെ കൂളായിട്ട് ഈ പുസ്തകം എന്താണെന്ന് പോലും അറിയാത്തവൻ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഒന്നാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്നാൽ മതി, അവരാരും ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല എന്ന് ഇയാൾ ചിന്തിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന 4 പുസ്തകമാണിത്. ഇതിന് ശേഷമുള്ള ഒരു സ്ഥലത്തും ഈസാ അലൈഹി ഇസ്ലാം ഇല്ല. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ബയോഗ്രഫി നമ്മൾ കണ്ടിട്ടില്ലേ? സീറത്തുൻ നബി എന്ന് പറയുന്ന പോലെ അബുൽ ഹസൻ നദ്വി സാഹിബും അതേപോലെ ഹൈക്കൽ മുഹമ്മദും ഒക്കെ എഴുതിയിരിക്കുന്നത് പോലെ, പ്രവാചക ജീവചരിത്രം അല്ലെ ഇബ്നു ഹിഷാം ഒക്കെ എഴുതി എന്ന് പറയുന്നത് പോലെയുള്ള സീറ, ആ സീറ എഴുതിയിരിക്കുന്ന 4 പേരാണത്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ആ ഭാഗത്തെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വായിൽ നിന്നുള്ള വാക്കുകളുള്ളൂ. പിന്നീടുള്ള പുസ്തകങ്ങളൊക്കെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷമുള്ളതാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഇഞ്ചീൽ ഉണ്ടാവുമോ? ഈസാ അലൈഹി ഇസ്ലാമിന് വേണ്ട ഇഞ്ചീൽ അവതരിക്കാൻ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷം ഇഞ്ചീൽ അവതരിക്കുമോ ആർക്കേലും? അപ്പം ആ സംസാരിച്ച ആള്, ഓ അങ്ങനാണോ, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് ചർച്ച കഴിഞ്ഞു. ചർച്ച അവിടെ നിന്ന് നിർത്തിയിട്ട് പോവാണ്. പിറ്റേ ദിവസം ഈ CH മുസ്തഫ തന്നെ എൻ്റെ വീട്ടിൽ വന്നു. ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് CH മുസ്തഫനെ അദ്ദേഹത്തിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ CH മുസ്തഫയുടെ അടുക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് സംഘടനക്കാരൊക്കെ പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയിലായിരുന്നു പ്രവർത്തിച്ചത്.
പക്ഷെ ഞാൻ ഇച്ചിരി ആത്മീയത കൂടിയപ്പോൾ ജമാഅത്തുകാർക്ക് തന്നെ പറ്റാതായി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പലതും ഞാൻ ചോദിച്ചപ്പോഴും പുള്ളി ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഓരോന്നോരും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സർവ്വ മത സത്യവാദമുണ്ടോ? എല്ലാ മതവും ഒന്നാണ്, അങ്ങനെ നിങ്ങൾക്കൊരു വാദമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം വല്ലതും നിങ്ങൾക്കുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനത്തെ വാദമൊന്നും ഇല്ല. സി.എച്ച്. മുസ്തഫ എന്നോട് നേരിട്ട് പറയണം, എനിക്ക് സർവ്വ മത സത്യവാദമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒന്നാമത്തെ ക്ലിപ്പ് വന്നിട്ട് അദ്ദേഹത്തിന് സർവ്വ മത സത്യവാദം ഉണ്ടോ, അദ്ദേഹം എന്താ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടെ. ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്കാണ് മാറേണ്ടത്? എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ, എല്ലാ വേദങ്ങളും സത്യമാണെങ്കിൽ, എല്ലാ ദർശനങ്ങളും സത്യമാണെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്നതിനേക്കാൾ അശ്ലീലകരമായ മറ്റെന്താ ഉള്ളത്? അയലത്തെ അച്ഛനെ കണ്ടിട്ട് അതാണ് നല്ല അച്ഛൻ, അതുകൊണ്ട് ഇന്നു മുതൽ അയാൾ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് പോലെയുള്ള വൃത്തികേടല്ലേ അത്? അപ്പോൾ സർവ്വ മത സത്യവാദമുണ്ടോ? സർവ്വവേദ സത്യവാദം മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നതെന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സി.എച്ച്. പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഓഫീസിലിരുത്തി ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സർവ്വ മത സത്യവാദമില്ലെങ്കിൽ പിന്നെന്താ? അവിടെ പറഞ്ഞു, സർവ്വവേദവും സത്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇദ്ദേഹം എങ്ങനെ ഇത് ഒപ്പിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ചും അറിയുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് എങ്ങനെ ഈ ഹിമാലയൻ ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഷെൽഫിൽ നിന്നും ബൈബിൾ എടുത്ത് തുറന്ന് ഇതേപോലെ ഇൻഡെക്സ് അദ്ദേഹത്തിന് മുമ്പിൽ കാണിച്ചു. അപ്പോൾ ഞാൻ കാണുന്ന സി.എച്ച്. മുസ്തഫ, നിങ്ങൾ ഈ പറഞ്ഞ വീട്ടിലിരുന്നുകൊണ്ട് കുത്തുബ നടത്തുന്ന ഈ സി.എച്ച്. മുസ്തഫ, സർവ്വവേദ സത്യവാദത്തിന് വേണ്ടി വലിയ വായിൽ സംസാരിക്കുന്ന സി.എച്ച്. മുസ്തഫ, ഞാൻ അദ്ദേഹത്തിനെ കണ്ടത് വളരെ ദുർബലനായിട്ട് ആ പുസ്തകത്തിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുനിഞ്ഞിരുന്നു, വളരെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ഇതെന്തോ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പിടികിട്ടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു, ആദ്യത്തെ ആ 4 എണ്ണമാണ് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം പറയുന്നുള്ളൂ. അതും അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു മാർക്ക്, അക്കോർഡിംഗ് ടു ലൂക്ക്, അക്കോർഡിംഗ് ടു ജോൺ. 4 പേര് എഴുതുക. ആ 4 പേര് എഴുതുന്നതിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നതിന് മുമ്പുള്ള പശ്ചാത്തലങ്ങൾ എഴുതുന്നുണ്ട്, യഹിയ അലൈഹി ഇസ്ലാമിൻ്റെ സംഭവങ്ങൾ എഴുതുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ സീറത്തുൻ നബി നോക്കിയാൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എഴുതുന്നുണ്ട്, അന്നത്തെ അവിടുത്തെ റോമൻ ഭരണകൂടത്തെക്കുറിച്ചിട്ട് എഴുതുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ സംസാരമല്ലാതെ ബാക്കി ഒരു കഥപുസ്തകം, ഒരു ബാലരമ പുസ്തകം എഴുതുന്നത് പോലെ, ഒരു സീറ എഴുതുന്നത് പോലെ അതിങ്ങനെ എഴുതി ഇങ്ങനെ പോന്നിരിക്കുകയാണ്. ആര്? മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പം ഞാൻ ചോദിച്ചു, ഏറ്റവും കുറഞ്ഞത് ഇഞ്ചീൽ എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ ഈസാ നബി സംസാരിച്ചതാവണ്ടേ? ഈസാ അലൈഹി ഇസ്ലാം പലതും സംസാരിച്ചിട്ടുണ്ടാവും, ആ വാക്യത്തിൽ നിന്നിട്ടല്ലേ നമുക്ക് ഇഞ്ചീൽ കിട്ടുകയുള്ളൂ, അല്ലാതെ കിട്ടാൻ മാർഗമുണ്ടോ? അപ്പോൾ സി.എച്ച്. മുസ്തഫ എന്നോട് പറഞ്ഞു, ഈസാ സാഹിബ് അങ്ങനെ കിട്ടില്ല, ഇഞ്ചീൽ കിട്ടണമെങ്കിൽ അത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വായിലൂടെ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ 27 പുസ്തകങ്ങളിൽ നിന്ന് 4 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഔട്ടായില്ലേ? 4 എല്ലാം ഒറ്റയടിക്ക് ഔട്ടായില്ലേ? 4 എണ്ണം ഒഴികെ ബാക്കിയുള്ളതിലൊന്നും നമ്മൾ പിന്നെ തപ്പേണ്ട കാര്യമില്ല, കാരണം ഈസാ അലൈഹി ഇസ്ലാം ഇല്ല അവിടെ. ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഹവാരികളായിട്ടുള്ള ആളുകൾ എന്തു ചെയ്തു എന്ന് പറയുന്ന പുസ്തകമാണ് 5ാമത്തെ പുസ്തകം. പിന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ ജീവിതത്തിൽ കാണാത്ത പൗലോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലേക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എഴുതിയ എഴുത്തുകളാണ് ഈ താഴെ കാണുന്ന പുസ്തകങ്ങൾ. ഇത് 4 എണ്ണമാണ് ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടത്. ഇത് പോക്കി, ഇവിടെ പോക്കി. ഇത് ഒരാൾ, പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി റോം എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒരു എഴുത്തെഴുതി. 2 കൊരിന്തി എന്ന് പറയുന്ന നാട്ടിലേക്ക് 2 എഴുത്തെഴുതി. ഗലാത്തി എന്ന് പറയുന്ന ആ നാട്ടിലെ ഇദ്ദേഹത്തിൻ്റെ ആ ഹൽക്കയിലേക്ക് ഇദ്ദേഹം അടുത്ത എഴുത്തെഴുതി. എഫസി എന്ന് പറയുന്ന നാട്ടിലേക്ക് എഴുതി, ഫിലിപ്പി എന്ന നാട്ടിലേക്ക് എഴുതി, കൊലോസി എന്ന നാട്ടിലേക്ക് എഴുതി, തെസ്ലോനിക്ക എന്ന് പറയുന്ന 2 നാട്ടിലേക്ക് എഴുതി. പിന്നെ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള തിമോത്തിക്ക് 2 ലെറ്റർ, പിന്നെ തീത്തോസ് എന്ന് പറഞ്ഞ ഒരാൾക്കൊരു ലെറ്റർ, ഫിലേമോൻ ഒരു ലെറ്റർ. എന്ന് വെച്ചാൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലോ ഒന്നുമല്ല. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് എഴുത്തെഴുതി, ഞാൻ പെരുമ്പാവൂർക്ക് എഴുതി, ഞാൻ കൊടിയത്തൂരേക്ക് എഴുതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് ഈ ഇരിക്കുന്ന പുതിയ നിയമത്തിൽ കാണുന്ന പുസ്തകങ്ങൾ. ഞാൻ ചോദിച്ചു, ഇതാണോ ഇഞ്ചീൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ അത്രയും പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഏത് 27 പുസ്തകത്തിൽ നിന്നും
വേണമെങ്കിൽ 23 പൊക്കോട്ടെ, 4 എണ്ണത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇനി 4 എണ്ണം എടുക്കാം. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ സംസാരമല്ലാത്ത അതിനകത്ത് വെളിയിൽ കിടക്കുന്ന ഈ പശ്ചാത്തല വിവരണങ്ങളൊക്കെ അത് ഇഞ്ചിയിലാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതും ഇഞ്ചിയിലല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്തത്, ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം ഈ പറയപ്പെട്ട 4 സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രൂശിച്ചുവെന്നും ഈസാ അലൈഹി ഇസ്ലാം ക്രൂശിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് താഴേക്ക് കുരിശിൽ നിന്നും ഇറക്കിയെന്നും അതിനെ ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ ശവം സ്വീകരിച്ചുവെന്നും എന്നിട്ട് കൊണ്ട് കല്ലറയിൽ കൊണ്ട് അടക്കിയെന്നും അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നും ഈ 4 സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് അംഗീകരിക്കുമോ അതല്ല ഈ പറഞ്ഞത് അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ മുസ്തഫ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, വളരെ ഗാഢമായ ചിന്തയിലാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പം ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം കുറച്ച് സമയം എടുത്തിട്ട് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. കുറച്ചു നേരം അദ്ദേഹം ചിന്തിച്ചിട്ട് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, അദ്ദേഹം ഐഡിയ ആലോചിക്കുകയാണ്, നമുക്ക് ക്രൂശിച്ചു എന്നാൽ അവിടെ വെച്ച് കൊല്ലപ്പെട്ടില്ല, കുരിശെ നിറക്കിയപ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എങ്ങനെ അത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല. കാരണം എന്താ, കുരിശേൽ കയറ്റി എന്ന് മാത്രമല്ല എഴുതിയേക്കുന്നത്, അവിടെ വച്ച് അവൻ നിലവിളിച്ചുകൊണ്ട് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് നിലവിളിച്ചുകൊണ്ട്, അവൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. അപ്പം മരിച്ചു എന്നാണ് എഴുതിയേക്കുന്നതിനകത്ത്. പിന്നോ അവൻ മരിച്ചോ എന്നറിയാൻ വേണ്ടി പോയി ഒരാളൊരു കുന്തം കൊണ്ട് കുത്തി നോക്കി, മരിച്ചു എന്ന് ഉറപ്പിച്ചു എന്നാ. പിന്നെ മയ്യത്തിറക്കിയെന്നാ. പിന്നെയോ മയ്യത്ത് മേടിക്കാൻ അടുത്ത ആൾ പോയി കൊണ്ട് കുഴി കൊണ്ട് വെച്ചു എന്നാ. ഇങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ കുറച്ചു നേരം മുസ്തഫ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ പറയേണ്ടി, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇഞ്ചിയിലല്ല, ഞങ്ങൾക്കിത് ഇഞ്ചിയിലല്ല. കാരണം ഈസാ അലൈഹി ഇസ്ലാം മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ധാരാളം സുവിശേഷങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അത് തള്ളിയിട്ടാണ് സഭ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതിൽ നിന്നുകൊണ്ടൊരു കഥ മെനയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത് രണ്ടും മുന്നിൽ വെച്ചു. നിങ്ങളൊരു വേദക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഖുർആൻ അംഗീകരിക്കുന്ന വേദമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞു. ഓക്കെ, അയാൾ പറയാണ് ശരി, നിങ്ങൾ ഞങ്ങളുടേത് അംഗീകരിച്ചല്ലോ, നിങ്ങളെല്ലാം കൂടി ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അംഗീകരിച്ചു. പക്ഷെ ഞങ്ങൾ നിങ്ങളെ ഖുർആനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ തമ്മിൽ വൈരുദ്ധ്യമുള്ള കാര്യത്തിൽ മുസ്തഫ സ്വാഭാവികമായിട്ട് ഏത് അംഗീകരിക്കണം? ബൈബിൾ പറയുന്നത് അങ്ങ് അംഗീകരിക്കണ്ടേ? എന്നാൽ മുസ്തഫയ്ക്ക് അത് പറ്റുമോ? ഖുർആനെ തള്ളാൻ പറ്റുമോ? അപ്പം മുസ്തഫ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം മരണസ്ഥലവും നമുക്കങ്ങ് കളയല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് പോട്ടെ എന്ന് പറഞ്ഞു. അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഏത്? അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ വേറെ എന്താ ബാക്കിയുള്ളത്? വേറെ എന്താ ബാക്കി? ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഈസാ അലൈഹി ഇസ്ലാം സംസാരിച്ച വചനങ്ങളിൽ ഖുർആനിനോട് വിരുദ്ധമാകാത്തവയിൽ ഇഞ്ചിയിലുണ്ടാകാം. അത്രയല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ മുസ്തഫ അതെ. ഞാൻ ചോദിച്ചു, ഇത് സർവ്വവേദ സത്യവാദത്തിൽ ഇത് തന്നെയല്ലേ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാം അവരോട് ചർച്ചയ്ക്ക് പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ കാര്യങ്ങൾ തന്നെയാണ്. നേരെ മറിച്ച് CH മുസ്തഫ പറയുന്ന സർവ്വവേദ സത്യവാദത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? യാതൊരു നിലനിൽപ്പുമില്ല. എന്നാൽ എൻ്റെ അടുത്തൊന്ന് ചർച്ചയ്ക്ക് പോയതിനു ശേഷം ഇനി ഞങ്ങൾ CH മുസ്തഫനെ നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതല്ലാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ തെളിയിക്കുകയാണ്. CH മുസ്തഫ അദ്ദേഹം എൻ്റെ അടുക്കൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പുരോഗമനം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആളുകൾ കരുതുന്നത് ബൈബിൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ കൈകളിൽ ലഭ്യമാകുന്നത് മുഴുവനും വേദമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഒരിക്കലും അല്ല. അങ്ങനെ ബൈബിളിന് അവകാശവാദവും ഇല്ല. ബൈബിൾ പൂർണ്ണമായും വേദമാണെന്ന് ബൈബിളിനോ ബൈബിൾ പണ്ഡിതന്മാർക്കോ അവകാശവാദമില്ല.
ആകെ പറയുന്നത് 4 സുവിശേഷങ്ങളാണ്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളാണ് ഇഞ്ചീൽ എന്ന് പറയുന്നത്. ഈ 4 സുവിശേഷങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ വേദം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് അപ്പോസ്തല പ്രവൃത്തികളും പിന്നെ പൗലോസിന്റെ കത്തുകളും പിന്നെ അതുപോലെ ഒരുപാട് സംഗതികൾ, അത് പിൽക്കാലത്ത് ഓരോ കാലഘട്ടത്തിലും എഴുതി വെച്ചതോ അല്ലെങ്കിൽ പിന്നെ സുന്നഹദോസുകൾ അംഗീകരിച്ച് ചേർത്തതോ ഒക്കെയാണ്. അതൊക്കെ വേദമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾക്കോ സഭാ പണ്ഡിതന്മാർക്കോ അങ്ങനെ അഭിപ്രായമില്ല. ആകെ 4 സുവിശേഷങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ പരാമർശം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളെ കുറിച്ച് മാത്രമാണ് വേദം എന്ന് പറയുന്നത്. മറ്റുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇപ്പോൾ CH മുസ്തഫ ക്രൈസ്തവരെ കുറിച്ച് കളവ് പറയുന്നു, പൗലോസിനെ കുറിച്ച് കളവ് പറയുന്നു, സഭയെക്കുറിച്ച് കളവ് പറയുന്നു. എന്തിനാ ഇദ്ദേഹം ഈ കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്രൈസ്തവത എന്ന് പറയുന്ന മതത്തിനെ അവരുടെ അംഗീകരിക്കുന്ന രൂപത്തിൽ നിർത്തിയിട്ട്, അതിൻ്റെ അസ്തിത്വത്തിനെ അതേപോലെ നിർത്തിയിട്ട് നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യാം എന്നതല്ലാതെ നമുക്ക് തോന്നുന്നതാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ CH മുസ്തഫ പറയുന്നത് എന്താ വെച്ചാൽ, CH മുസ്തഫയുടെ ചിന്ത എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അവരുടെ കൈവശമുള്ളത് എന്തൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം, ഖുർആൻ സത്യപ്പെടുത്തി എന്ന് പറയണം. കാരണം എന്താ, അവരുടെ കൈവശമുള്ളതിനെ സത്യപ്പെടുത്തി എന്നാണ്. അത് ചോദ്യോത്തര സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്തഫ പറയുകയാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ ബൈബിൾ അംഗീകരിക്കണം എന്ന് പറയും. ഇത് എൻ്റെ അടുത്തുനിന്ന് പോയതിന് ശേഷമുള്ള അവസ്ഥയാണ്. ബൈബിൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം അംഗീകരിക്കണമെന്നല്ല. പിന്നെ എത്ര ആയി? റിഡക്ഷൻ ഉണ്ട്, ഓഫറുണ്ട്. എത്ര? 27-ൽ 24 കളഞ്ഞു. 4 എണ്ണത്തിലേക്ക് എന്ത് ചെയ്യാണ് മുസ്തഫ വന്നിട്ട് മുസ്തഫ പറയുന്ന കാരണം എന്താ? ഇത് പിൽക്കാല സുന്നഹദോസിലോ പിൽക്കാലത്ത് എഴുതപ്പെട്ടതോ ആകാം. എന്നുവെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ച് നിങ്ങളുടെ കൈവശമുള്ളതിനെ സത്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ കാലഘട്ടത്തിലുള്ളതല്ല, പിൽക്കാലത്ത് എഴുതിയതോ പിൽക്കാല സുന്നഹദോസിൽ വന്നതോ ആണ് എന്നാണ് മുസ്തഫ പറയുന്നത്. എന്നാൽ ക്രൈസ്തവ പണ്ഡിതന്മാർ എപ്പോഴാണ് ഈ പറയപ്പെടുന്ന പുസ്തകങ്ങൾ അംഗീകരിച്ചത്, മുസ്തഫ പറയുന്ന പോലെയാണോ എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അത് നിൽക്കൊന്ന് കേൾക്കാം. 3-ാമത്തെ ക്ലിപ്പ്. ബൈബിളിലെ പുതിയ നിയമഗ്രന്ഥങ്ങളുടെ കാനൂനികതയെക്കുറിച്ചുള്ള ഈ ചർച്ചയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പുതിയ നിയമത്തിന്റെ 5-ാമത്തെ കാനൺ AD 382-ൽ കൗൺസിൽ ഓഫ് റോമിൽ ഉത്ഭവിച്ചതാണ്. ഡമാസുസ് 1-ാമൻ പാപ്പയുടെ കൽപ്പന പ്രകാരം ചേർന്ന ഈ സുന്നഹദോസിൽ കത്തോലിക്ക സഭയിലെ പണ്ഡിതരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുകയും ഡമാസുസ് പാപ്പ ഔദ്യോഗികമായി കാനൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് വിശുദ്ധ ബൈബിളിലുള്ള 73 പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ 46-ഉം പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഡമാസുസ് പാപ്പയാണ്. മാത്രമല്ല, മറ്റൊരു പുസ്തകം ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ എടുത്തു മാറ്റാൻ പാടില്ല എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ മുസ്തഫ പറഞ്ഞതിൽ വാദം നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്, ഈ 4-ൽ കൂടുതലുള്ളത് അംഗീകരിച്ചത്. കാരണം പൗലോസിന്റെ ലേഖനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ടവയോ പിൽക്കാല സുന്നഹദോസിൽ അംഗീകരിച്ചതോ ആണ് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ, വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം വ്യക്തമായിട്ട് അവർ പറയുന്നത് ക്രിസ്താബ്ദം 380 കാലഘട്ടങ്ങളിൽ തന്നെ നടന്ന റോമൻ കൗൺസിലിൽ തന്നെ ഈ പറഞ്ഞ പുസ്തകമൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ CH മുസ്തഫ പറയുന്നത് പോലെ അവരുടെ കൈവശമുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തൊക്കെ പുസ്തകമുണ്ടോ അതൊക്കെ സത്യപ്പെടുത്തി എന്നാണെങ്കിൽ എത്ര പുസ്തകം അംഗീകരിക്കേണ്ടി വരും? CH എന്ന് പറയുന്ന പോലത്തെ 4 എണ്ണം അംഗീകരിച്ചാൽ മതിയോ? അതല്ല, CHനെ സംബന്ധിച്ചുള്ള മുഴുവൻ പുസ്തകങ്ങളും അംഗീകരിക്കേണ്ടി വരും. എന്നാൽ CHനെ അംഗീകരിക്കാൻ പറ്റുമോ? CH പൗലോസിനെ അംഗീകരിക്കുമോ? ക്രൈസ്തവരുടെ അടുക്കൽ ചെന്നിട്ട് ഈ നിങ്ങളുടെ അടുക്കൽ സ്നേഹസംവാദത്തിന് വരുന്ന ആളുകൾ, മതം മാറ്റാൻ വരുന്ന ആളുകൾ, അതൊക്കെ ചെയ്യുന്ന വളരെ തെറ്റാണ്, നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആള് CH മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹിസ്സലാം ഇലാഹാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈസാ അലൈഹിസ്സലാം ഉൾപ്പെട്ട ത്രിയേക ദൈവ വിശ്വാസം അംഗീകരിക്കാൻ പറ്റുമോ?
ഈസ അലൈഹിസ്സലാം ഇബ്നുള്ളയാണെന്നുള്ള വാദം അംഗീകരിക്കാൻ പറ്റുമോ? ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? കുരിശുമരണം അംഗീകരിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ഇത്രയും കാര്യത്തിലല്ലേ നമ്മളും അവരോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് വേറിട്ട് മുസ്തഫയ്ക്ക് എനിക്ക് ഈ കാര്യത്തിൽ പൊതു മുസ്ലിങ്ങൾക്കുള്ള നിലപാടിൽ നിന്ന് മാറി ഞാൻ താണ്ട് ക്രൈസ്തവരോട് യോജിച്ചു, നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് നിൽക്ക്, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാം എന്ന് പറയാൻ പറ്റുമോ? CH മുസ്തഫയെ ഇന്ന് ക്രൈസ്തവർ എതിർക്കാത്തതിൻ്റെ കാരണം എന്താ? CH മുസ്തഫ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വളരെ ചെറുതായി പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ പണി ഇസ്ലാമിക പ്രമാണങ്ങളെ വിമർശിക്കലായതുകൊണ്ട് മാത്രം സംഘികളും അതേപോലെ തന്നെ ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, നിരീശ്വരവാദികളും ഒക്കെ വേദി കൊടുക്കുന്നു എന്നല്ലാതെ ഇദ്ദേഹം പറയുന്ന മണ്ടത്തരം ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ പുസ്തകങ്ങൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ലാത്തൊരു കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, കുരിശുമരണത്തെ സംബന്ധിച്ച് ഇനി ഈ പറഞ്ഞ CH മുസ്തഫ ഇദ്ദേഹം ഈ പുതിയ ആശയമാണല്ലോ, പുതിയ ആശയം പുള്ളി ഉണ്ടാക്കിയതാണ്. പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നപ്പോൾ ഇദ്ദേഹം നിരീശ്വരവാദിയായിട്ടുള്ള ലിയാക്കത്തുമായിട്ടൊരു ചർച്ച നടത്തി. അപ്പോൾ ലിയാക്കത്ത് ഇയാളുടെ ഈ വിടുവായൊക്കെ കേട്ടിട്ട് ചോദിച്ചു, ഓ മൗലവി, നിങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ വാസ്തവത്തിൽ ഈ പരിശുദ്ധ ഖുർആനൊക്കെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അള്ളാഹു വിജയിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? കാരണം നബി പഠിപ്പിച്ച കാര്യം അപ്പം തന്നെ അട്ടിമറിക്കപ്പെട്ടു പോയില്ലേ? ഇന്ന് ലോകത്ത് കാണുന്നതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലല്ലോ. അപ്പം നബിയുടെ ദൗത്യം പരാജയപ്പെട്ടു എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ ഒരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി ഈമാനുള്ളൊരു മുസ്ലിമിന് അത് കേൾക്കാൻ പറ്റുന്നതാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനൊരു മറുപടി ഒരു മുസ്ലിം പറയൂ? കേട്ടു നോക്കൂ. ലിയാക്കത്ത് വേണ്ട ഒരു പരാജയപ്പെട്ട പ്രവർത്തനമാണ് അഡ്രസ് എഴുതപ്പെടേണ്ടി വരും. കാരണം മുഹമ്മദ് നബിയുടെ 23 വർഷത്തെ ജീവിതത്തിന് വിരുദ്ധമായ ഒരു ഇസ്ലാമാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ ഉള്ളത് എങ്കിൽ, നൂറ്റാണ്ടുകൾ മനുഷ്യൻ ആചരിച്ച് വന്നത് എങ്കിൽ, ഭരണകൂടങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ചത് എങ്കിൽ, മുഹമ്മദ് നബിയുടെ ഇസ്ലാം എവിടെ പോയി? ആ ഇസ്ലാം ഉണ്ടോ? ഈ പ്രവാചകൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാ പ്രവാചകന്മാരെ നോക്കിയാലും ജീസസ് ക്രൈസ്റ്റ് മരണപ്പെട്ടിട്ട് പിന്നെ അതിന്റെ ശേഷം വരുന്നത് സെന്റ് പോളാണ്. സെന്റ് പോൾ ആരായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്കറിയാം. അദ്ദേഹത്തിന് ദൈവത്തിന്റെ വിളിയുണ്ടായി, അദ്ദേഹം പിന്നെ മാറി എന്നൊക്കെ ക്രൈസ്തവ സഭ പിന്നീട് പഠിപ്പിക്കുന്നുവെങ്കിലും യേശുവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച, യേശുവിന്റെ വഴിയിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിന്ന സെന്റ് പോളാണ് പിന്നീട് സെയിന്റ് പോൾ ആയിട്ട് വന്ന് യേശുവിന്റെ അധ്യാപനങ്ങളെ ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഇന്ന് യേശുവിന്റെ മതമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ യേശുവിന്റെ പാതയും പോളിന്റെ പാതയും നമ്മൾ വേറെ പഠിക്കേണ്ടതായിട്ട് വരും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏത് ക്രിസ്ത്യാനിറ്റിയാണ് നിലനിൽക്കുന്നത്? യേശുവിന്റെ ക്രിസ്ത്യാനിറ്റിയാണോ പോളി? ലിയാക്കത്തിന്റെ ചോദ്യം എന്താ? അയാൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പരാജയപ്പെട്ടില്ലേ? ഒരു മുസ്ലിം എന്താ മറുപടി പറയാ? അല്പ ഈമാനുള്ളവൻ എന്താ മറുപടി പറയാ? വളരെ കൂളായിട്ട് നമ്മുടെ CH പറയാണ്, മുഹമ്മദ് നബിയുടെ ദൗത്യം മാത്രമല്ല പരാജയപ്പെട്ടത്, യേശുവിൻ്റെ ദൗത്യവും പരാജയപ്പെട്ടു. ഒന്നാലോചിച്ച് നോക്കി, മുസ്തഫയ്ക്ക് വിജയിക്കണമെങ്കിൽ ആര് പരാജയപ്പെടണം? കാരണം മുസ്തഫയും പ്രവാചകന്റെ കാലഘട്ടവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ. മുസ്തഫ ഈ കാലഘട്ടത്തിൽ വന്നിട്ട് പുതിയ കാര്യങ്ങൾ പറയുകയാണ്, ഒരു ചരിത്രത്തിലും ഇല്ലാത്തത്, മുസ്ലിം ലോകത്തിന് അറിയാത്ത ഒരു കാഴ്ചപ്പാട് പുള്ളി പുതിയതിരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ, പരിശുദ്ധ ഖുർആന്റെ ഉദ്ദേശമെങ്കിൽ, അത് തുടക്കത്തിൽ തന്നെ, കാരണം ചരിത്രം എവിടെ നിന്ന് തുടങ്ങുന്നോ, മുഫസ്സിറുകളുടെ കാലം തുടങ്ങുന്നോ, ഏത് കാലഘട്ടത്തിൽ ഇതിൻ്റെ ഹദീസുകൾക്ക് ശറഹ് എഴുതുന്നോ, ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്നോ, അല്ലെങ്കിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നതോ, എന്ത് കാലമെടുത്താലും മുസ്തഫ പറഞ്ഞ ഈ ആശയം എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ മുസ്തഫ പറയുകയാണ്, നബി മാത്രമല്ല പരാജയപ്പെട്ടത്, യേശുവും പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ദൗത്യം ഒരാൾ അട്ടിമറിച്ചാൽ അതിനുശേഷം അടുത്തൊരു നബി വരാനുണ്ട്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ?
അപ്പം നമ്മളൊരു മുസ്ലിം ചിന്തിച്ച് നോക്കേണ്ടത്, നമുക്ക് ഇത്ര കഷ്ടപ്പെട്ട് മുസ്തഫേനെ വിജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ചുകൊണ്ടൊരു മുസ്തഫേനെ വിജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതോ നമ്മൾ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്ന് സഹാബത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നും ആ സഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടുവെന്നും ആ സഹാബത്തിനെ പഠിച്ച, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബീങ്ങളിൽ നിന്നും, അവരിൽ നിന്ന് ശേഷം തബോ താബീങ്ങളും, അതിനുശേഷം അവരിൽ നിന്ന് ഇമാമിങ്ങളും എല്ലാവരും വിശദീകരിച്ച് തന്ന കണ്ണിമുറിയാത്ത ഒരു ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു കൃത്യമായ ഒരു രൂപം ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണോ ചെയ്യേണ്ടത്? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം തുടക്കത്തിൽ തന്നെ. ഇപ്പം ഏറ്റവും അവസാനം AP അഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോടൊപ്പം ഒരു ചാനലിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം, ഖിലാഫത്തുമായി ഉണ്ടായിരിക്കുന്ന വാദം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒന്നാം ഖലീഫയെക്കുറിച്ചും രണ്ടാം ഖലീഫയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന് എന്താണ് അവരോടുള്ള മാനസികാവസ്ഥ എന്ന് മനസ്സിലാവും. ബുഖാരി മുസ്ലിമിൽ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാം ഖലീഫയോട് തുടക്കി അവിടെ മുതൽ തന്നെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് അത് പലതും പറയണമെന്നുണ്ട്, എല്ലാവർക്കും ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ മുസ്തഫ പറയുന്ന വാദം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പരാജയപ്പെട്ടു. പക്ഷേ ടെക്സ്റ്റ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്തിനാണ് ഇങ്ങനൊരു ടെക്സ്റ്റ്? എന്തിനാണ് അങ്ങനെയെങ്കിൽ ഒരു പ്രവാചകൻ, റിസാലത്ത് എന്തിനായിരുന്നു? അല്ലാഹു തആല പറയുന്ന ആമിനു കമാ ആമന നാസ്, ഇവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കാനാണ് പറഞ്ഞത്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആ സഹാബാക്കളിൽ നിന്നിട്ടാണ് താബീങ്ങൾ ദീൻ പഠിക്കുന്നത്. ഈ ഒരു താഴ്വഴി സ്വീകരിക്കാൻ മുസ്തഫയ്ക്ക് പറ്റില്ല. കാരണം മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന് ഇദ്ദേഹം ഒരു അർത്ഥം വെച്ചാൽ അതിന് തടസ്സം നിൽക്കാൻ ഒരു തഫ്സീറോ ഒരു ഹദീസോ ഒരു ഷറഹോ ഒന്നും വരാൻ പാടില്ല. തോന്നുന്ന ഒരർത്ഥം ഇദ്ദേഹത്തിന് കൊടുക്കണം. ഇതാണ് മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും മുസ്തഫ ഇനി അടുത്തത് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ദഅവത്ത് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എല്ലാ മതവും ഒന്നാണെങ്കിൽ പിന്നെ ഈ പ്രബോധനം എന്ന് പറയുന്നതിന് അകംപൊരുൾ തള്ളുന്നുണ്ടോ? അകംപൊരുൾ തള്ളുന്നില്ല. പിന്നെ എന്താ പറയുന്നത് ഒന്ന് കേട്ട് നോക്ക്. ക്രിസ്ത്യാനിയോട് പറയേണ്ടത്, ഇപ്പൊ ഈ പൗരോഹിത്യം ഉണ്ടാക്കിയ കെട്ടുകഥകൾക്ക് പിറകെ അല്ല നിങ്ങൾ പോകേണ്ടത്, മറിച്ച് സുവിശേഷങ്ങൾ വായിക്കണം. ആ സുവിശേഷങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. സുവിശേഷങ്ങളിലുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് നിങ്ങളെ സ്വയം പുനഃക്രമീകരിക്കണം എന്നാണ് ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോട് പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ബൈബിൾ വലിച്ചെറിയൂ, നിങ്ങളുടെ ബൈബിളൊക്കെ കള്ളമാണ്, ഞങ്ങളിലേക്ക് വരൂ, മതം മാറണം, എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരൂ, എങ്കിൽ സ്വർഗം നേടാം എന്നല്ല പറയേണ്ടത്. ഓരോ വേദക്കാരെയും അതാത് വേദമനുസരിച്ച് ജീവിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കലാണ്, പിന്തുണക്കലാണ്, അവരെ അതിനുവേണ്ടി ശക്തിപ്പെടുത്തലാണ്. ആ വേദം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ വേദക്കാർക്ക് നിർബന്ധമുണ്ട്, മറ്റു വേദക്കാർക്ക് ബാധ്യതയുണ്ട്. മറ്റ് വേദങ്ങൾ പഠിക്കണം. ഞാൻ പറയുന്നു, ഈ വേദങ്ങൾ തിരുത്തി എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർ വേദങ്ങൾ പഠിച്ചവർ. ഇത് ഏതെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി 3-4 ശ്ലോകങ്ങൾ വല്ലയിടത്തും കാണാതെ പഠിച്ച് പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് വേദങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയോ ആ വേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ആ വേദ പണ്ഡിതന്മാരുമായി സഹവസിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല. മറിച്ച് ഇതിങ്ങനെ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. മുസ്തഫ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ പറയുന്ന ആളാ. പക്ഷെ മുസ്തഫ എവിടാ ഇരിക്കുന്നേ? മുസ്തഫയുടെ സീറ്റ് എവിടാ? മുസ്തഫ പറയുന്നത് എന്താ? എല്ലാവരും അവരവരുടെ മതത്തിൽ നിൽക്കട്ടെ. ഇവിടെ ആ രീതിയിലൊക്കെ പല ആളുകൾ പറയുന്നുണ്ട്. ഇവരൊന്നും ശരിയായിട്ട് വേദം എന്താണെന്ന് പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആളുകളെ വിളിച്ചിരുത്തി ഒരു ക്രൈസ്തവനെ കൈ കിട്ടിയാൽ അവനോട് സംസാരിച്ചാൽ അവനോട് ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ പറയണം. ബൈബിൾ എന്താണെന്ന് അവനെ പഠിപ്പിക്കണം. ഈ പറയുന്നത് കേട്ടാൽ തോന്നും മുസ്തഫ നല്ലപോലെ പഠിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഏത് നാട്ടുകാരെ ഉപദേശിക്കുകയാണ്. ചില പ്രാസംഗികന്മാരുണ്ട്, അവർ 3-4 ശ്ലോകമേ പഠിക്കുന്നുള്ളൂ എന്ന് പറയുന്ന മുസ്തഫ ഇൻഡെക്സ് കണ്ടിട്ടില്ല, പുസ്തകം തുറക്കണ്ട, ഒരു ശ്ലോകം കാണാൻ പഠിക്കണ്ട, ഒരു ഇൻഡെക്സ് എന്ത് ചെയ്തിട്ടില്ല, തുറന്ന് നോക്കിയിട്ടില്ല. ആ മുസ്തഫ പറയുകയാണ് ബാക്കിയുള്ളവരൊന്നും പഠിക്കാതാണ് പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് അവരോട് പറയേണ്ടത് എന്താ? നിങ്ങളതിൽ തന്നെ ഉറച്ചു നിന്നോ. അതാണ് മുസ്തഫ നേരത്തെ പറഞ്ഞത്, ആണോ? അവരുടെ ബൈബിളിലെ പുതിയ നിയമഭാഗത്തിലെ വേദമെന്ന് പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഏത്? ആ 27-4 ഒഴികെ ഉള്ളത്.
നബിയുടെ ദൗത്യം അട്ടിമറിക്കപ്പെട്ടതുപോലെ യേശുവിൻ്റെ ദൗത്യം അട്ടിമറിച്ച ആളാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ പിന്നെ പൗലോസിൻ്റെ ലേഖനം അംഗീകരിക്കാൻ പറ്റുമോ? നബിയുടെ ദൗത്യം അട്ടിമറിക്കപ്പെട്ടതുപോലെ യേശുവിൻ്റെ ദൗത്യവും അട്ടിമറിക്കപ്പെട്ടു. ആര് വഴി? പൗലോസ് വഴി എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ലേഖനം ദൈവവചനമായി ക്രൈസ്തവ ലോകം സ്വീകരിക്കുകയും ഈ ബൈബിളിനകത്ത് അവർ വെച്ച് വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുസ്തഫ അത് അംഗീകരിക്കുന്നുണ്ടോ? ക്രൈസ്തവർ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം മുസ്തഫ വിശ്വസിക്കുന്നുണ്ടോ ക്രൈസ്തവർ വിഷയത്തിൽ? പക്ഷെ മുസ്തഫ ഏത് വേഷം കെട്ടിയിരിക്കുക? മുസ്തഫ അവരുടെ കൂടെ കയറി നിന്നാണ്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് കെട്ടിക്കളാൻ പറയാ. പണി ഇദ്ദേഹം ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഈ പണി തന്നെ ചെയ്ത്. ഇനി അദ്ദേഹം കുരിശുമരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോ. പിന്നെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈസാ അലൈഹിസ്സലാമിന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വലാകിൻ ശുദ്ദിഹലു. അവിടെ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ പറയുന്ന അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ അവ്യക്തതകളുടെ ആനുകൂല്യം നമ്മൾ ബൈബിളിന് കൊടുക്കണ്ടേ? സുവിശേഷകർക്ക് കൊടുക്കണ്ടേ? ആ ചരിത്രം എഴുതിയവർക്ക് കൊടുക്കണ്ടേ? ഖുർആൻ അവ്യക്തതയുണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായിട്ട് പറയണമെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? ആ അവ്യക്തതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 4 സുവിശേഷങ്ങളും വായിച്ചാൽ അതിന്റെ ഒടുവിൽ ഈസാ നബിയുടെ അന്ത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അത് അവ്യക്തതകളുള്ള കാര്യമാണ്. ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് ചെയ്തതെന്ന് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഖുർആനാണ് പറയുന്നത് അവിടെ എന്ത് നടന്നു എന്ന് അവർക്ക് അവ്യക്തതയുണ്ട്, അത് അവർക്ക് മനസ്സിലായിട്ടില്ല. വലാകിൻ ശുദ്ദിഹലഹു. അക്കാര്യത്തിൽ അവ്യക്തതയുടെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം. അവ്യക്തമായൊരു സംഗതി ഉദ്ധരിക്കുമ്പോൾ അത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അവ്യക്തതകൾ ഉണ്ടാകും. അതിൽ എന്തിനാണ് ആശങ്ക? മുസ്തഫ പറഞ്ഞത് മനസ്സിലായോ? മുസ്തഫ പറയുന്നത് ബൈബിൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. കേട്ടില്ലായിരുന്നോ? 4 സുവിശേഷം തന്നെ സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അത് നേരെ മറിച്ച് എന്തു പറ്റിപ്പോയതാ? ഖുർആൻ പറഞ്ഞില്ലേ അവർക്ക് അതിനകത്തൊരു അവ്യക്തത വന്നു എന്ന്. ആ അവ്യക്തതയാണ് അവർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആരെഴുതി? അപ്പം ഇഞ്ചിൽ വഹിയല്ലേ? അവ്യക്തതയുള്ള ആരോ എഴുതിയതാണോ ഇഞ്ചിൽ? ഇദ്ദേഹം വേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇദ്ദേഹം പറയാണ് ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ അവ്യക്തതയുള്ളത് കൊണ്ടാണ്. ആ അവ്യക്തതയുള്ള ആളുകൾ എഴുതുമ്പോൾ അതിലൊരു അവ്യക്തതയും തെറ്റും വരും. ആ ഒരു ആനുകൂല്യം അവർക്ക് വകവെച്ച് കൊടുക്കണ്ടേന്ന്. ആർക്ക്? പടച്ച തമ്പുരാൻ ഈസാ അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചു കൊടുത്തതാണ് ഇഞ്ചിയിലെങ്കിൽ അവ്യക്തത ആർക്കാ? ഈസാ നബിക്കാണോ അള്ളാനാണോ? ആർക്കാ അവ്യക്തത? അപ്പം പറയുന്ന മുസ്തഫയ്ക്ക് തന്നെ അറിയാം ഇത് ആരോ എഴുതിയ എഴുതിയ ഒരു പുസ്തകം അല്ലേ? അല്ലെങ്കിൽ അവ്യക്തത, ഇത് വേദമാണ് പക്ഷെ എഴുതിയ ആൾക്ക് അവ്യക്തത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആൾക്കറിയാം, വേറെ എന്തെങ്കിലും മനസ്സിലാവുന്നെങ്കിൽ പറയണം. അത് വേദമാണ്, എഴുതിയപ്പോൾ അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വഹീൻ്റെ അടിസ്ഥാനത്തിലാണോ അത്? അപ്പോൾ എന്താണ് പറയുന്നതെന്നറിയാതെ അദ്ദേഹം എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എങ്ങനെ തള്ളുകയാണ്. ഇനിയും കേട്ടോണം, കുരിശുമരണം തള്ളിക്കളഞ്ഞ മുസ്തഫ അടുത്ത ഒരു ലേറ്റസ്റ്റ് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ്. അപ്പം ഞാനത് അതുകൂടി ഇങ്ങ് കൊണ്ടുവന്നു നിങ്ങൾക്ക് വേണ്ടി, അതൊന്ന് കേൾക്കാം. ഓരോ സമൂഹത്തിനും നാം വ്യത്യസ്ത ആരാധനാ രീതികൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്, അതവർ ചെയ്തോട്ടെ. ക്രിസ്ത്യാനികൾക്കായ ആരാധന ഞങ്ങളുടെ നിസ്കാരമാണ് ശരി, നിങ്ങളുടെ കുർബാന തെറ്റാണ്. നിങ്ങൾ പറയാൻ പറ്റുമോ? കുർബാന നിശ്ചയിച്ചത് പടച്ചാമ്പുരാനാണെന്ന് ഖുർആൻ പറയുന്നു. നിസ്കാരം പോലെ തന്നെ വിശുദ്ധമാണ് കുർബാന. നിങ്ങൾ നാളെ മുതൽ പങ്കാളിട്ടുള്ളൂ. ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സൂറത്തുൽ ഹജ്ജിൽ 22-ാമത്തെ അധ്യായത്തിൽ ലിക്കുല്ലിൻ ജഅൽനാ മൻസകൻ, ഓരോരുത്തർക്കും നമ്മളാകുന്നു ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തത്. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത് ഖുർആൻ പറയാണ്. അതുകൊണ്ട് കുർബാന കൊള്ളില്ല, നിസ്കാരമാണ് മഹത്തരം. അങ്ങനൊന്നുമില്ല. നിസ്കാരവും ഒരേ ലക്ഷ്യത്തിന്. നിസ്കരിക്കുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. കുർബാന അർപ്പിക്കുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. അമ്പലത്തിൽ പോകുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. വ്യത്യസ്തമായ ആരാധനാ രീതികൾ, ഉദ്ദേശമൊന്ന്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തിന്, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത നമുക്ക് നിസ്കാരം പോലെയുള്ള ഒരു ആരാധനാകർമ്മമാണ്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ മുസ്തഫ പറയുന്നത്?
ആ തൊട്ടടുത്ത വാക്യം നിട്ടേ. വാസ്തവത്തിൽ ഈ കുർബാന എന്താ സംഭവം? മനുഷ്യരുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് കുർബാന. മുസ്തഫ തൊട്ട് മുമ്പത്തെ ക്ലിപ്പിൽ എന്താ പറഞ്ഞത്? യേശുക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല? കുരിശിൽ മരിച്ചിട്ടില്ല. കുർബാന എന്തിനുള്ളതാ? കുരിശിൽ മരിച്ചു എന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അവർ സ്മരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതിനെക്കുറിച്ചിട്ടാണ് CH മുസ്തഫ പറയുന്നത്. അള്ളാഹു അത് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ്. ആ വാക്യം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. പൗലോസിൻ്റെ ലേഖനത്തിലാണ് ഇതുള്ളത്. ക്രൈസ്തവർ ഇത് എന്തിനാണ് ചെല്ലുന്നതെന്ന് കാണാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതായത് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം ദൈവമായിരുന്നു എന്നും അദ്ദേഹം പാപപരിഹാര ബലിയായി സകല മനുഷ്യരുടെയും പാപമേറ്റുകൊണ്ട് കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയാണ് ഏത്? കുർബാന. ഇതിനെ നിഷേധിക്കുന്ന മുസ്തഫ പറയാണ്, ഇത് അള്ളാഹു അവർക്ക് നൽകിയൊരു ഇബാദത്താണ് എന്ന് വെച്ചാൽ പറയുന്നത് എന്താണെന്ന് പോലും മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻ സമൂഹത്തിന് വ്യത്യസ്തമായ ആരാധനാ രീതികളുണ്ടാവാം. പക്ഷെ നമ്മൾ എവിടെ അവരുമായി വിയോജിക്കുന്നത്? ആ സമൂഹം ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കുന്ന രീതി വിട്ട് അവർ മറ്റൊരു ആരാധനാ രീതികളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അത് നബിമാർ പഠിപ്പിച്ചതല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. ആ വഴിയിൽ നിന്നും അവർ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, വിശ്വാസ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്തഫയുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരാൾ കുർബാനയിൽ പങ്കെടുക്കുന്നു. ആ കുർബാനയിൽ യേശു എന്ന് പറയുന്നത് ത്രിയേകത്വത്തിലെ 3 പേരിൽ ഒരാളാണ് എന്നും ആ യേശു ക്രിസ്തു ദൈവമാണ് എന്നും അനാദികാലത്തിൽ ഒരു ദൈവത്തിൽ നിന്ന് ജനിച്ച മറ്റൊരു ദൈവമാണ് എന്നും ആ ദൈവം പിന്നെ മനുഷ്യനായി വന്നു എന്നും ആ മനുഷ്യരുടെ എല്ലാം പാപമേറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്നും വിശ്വസിക്കുന്ന കുർബാന, അത് അവരുടെ ആരാധനയാണ്, അവരത് ചെയ്യുന്നു. പക്ഷെ അതിനോട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? ഇസ്ലാം അതിനോട് യോജിക്കുന്നില്ല, ഖുർആനിന് വിരുദ്ധമാണ്. തീർച്ചയായും മുസ്തഫയും അതിനെ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്തഫ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ്, അതും ഇതുപോലെയുള്ളൊരു ഇബാദത്താണ്, ഖുർആൻ പറഞ്ഞതാണ്. കാരണം എന്താ? പൊളിക്കാൻ വന്നവനെ സംബന്ധിച്ചിടത്തോളം പൊളിച്ചങ്ങ് പോയാൽ മതി, അത് വേണ്ട സാധനം എടുത്ത് മാറ്റുമൊന്നും വേണ്ട, മൊത്തം പൊളിക്കലാണ്. ഇനി മുസ്തഫ ഉലുഹിയത്തിനെ അടുത്ത വിഷയത്തിൽ അദ്ദേഹം തൊട്ടത് എന്താ? ബലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉലുഹിയത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്നും പോകണ്ട, അതൊരു സേവനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മൃഗത്തെ അങ്ങനെ അറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരമായ പരിപാടിയാണ്. നമ്മുടെ സഹജീവികളായിട്ടുള്ള നമ്മുടെ കൂടെയുള്ള മൃഗങ്ങളെ കൊല്ലുക, എന്നിട്ട് പുണ്യം പ്രതീക്ഷിക്കുക. ഇതിനകത്തൊക്കെ എന്ത് ലോജിക്കാവുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യുക? നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുകയോ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സമർപ്പണം ചെയ്യുക എന്നതാണ്. അത് ഭയങ്കര കാര്യമായിട്ട് കുറേ ആളുകൾ അത് കൊണ്ടു നടക്കുന്നുണ്ട്. അത് മുസ്തഫയുടെ സംസാരം നിങ്ങളൊന്ന് കേട്ടോളൂ. പുണ്യം ലഭിക്കാൻ ഒരു ജീവിയുടെ കഴുത്തിൽ കത്തിവെച്ച് അതിന്റെ രക്തമൊഴുക്കി അള്ളാഹു ആ ഒരു കാരണത്താൽ ഇവനോട് പ്രസാദിക്കും, ഇവനെ ഇഷ്ടപ്പെടും, ഇവനിൽ സംതൃപ്തനാകും എന്ന് പറയുന്നതിന്റെ യുക്തി, ഇസ്ലാമികമായ യുക്തി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ മൃഗങ്ങളെ ഇബ്ലീസ് സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെങ്കിൽ അതിനൊരു തലമുണ്ട് ആ പറയുന്നതിന്. ഇത് അള്ളാഹു തന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടി, ഒരു സാധു മൃഗത്തെ പിടിച്ചറുത്ത് രക്തമൊഴുക്കി അതിന്റെ രക്തം ഒഴുകിയാൽ അള്ളാഹു സംതൃപ്തനാകും എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഇസ്ലാമികമായ യുക്തി എന്താണ്? ഞാൻ മറ്റു യുക്തികളിലേക്കൊന്നുമല്ല പോകുന്നത്, ഇസ്ലാമികമായ യുക്തി. അപ്പോൾ ഇദ്ദേഹം ബലിയെ വിമർശിച്ചു. അപ്പോൾ സർവ്വവേദ സത്യവാദിയാണല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഹദീസുകൾ കാണിച്ചാലും തഫ്സീർ കാണിച്ചാലൊന്നും അദ്ദേഹത്തിന് ഏൽക്കൂല.
അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ തോറയുടെ പുസ്തകം എടുത്ത് വായിക്കാം. തോറയിലുണ്ടോ? തോറയിൽ ബലിയുണ്ടോ? തോറയിൽ ഒരു പുസ്തകം മുഴുവൻ ബലിയുടെ പുസ്തകമാണ്. എന്തിനെയൊക്കെ ബലി കഴിക്കാം. നമ്മൾ തോറയുടെ പുസ്തകം എന്ന് പറയുന്ന 5 പുസ്തകമായിക്കൊണ്ട് ക്രൈസ്തവർ പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളാണ് മൂസ അലൈഹി ഇസ്ലാം എഴുതിയതായിട്ട് അവർ കരുതുന്നത്. അതിലെ ലേവ്യ എന്ന് പറയുന്ന പുസ്തകം നിറച്ച് ബലിയാണ്. ഇനി സംഖ്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒരു ബലി തൊട്ടടുത്ത് ചുമ്മാ നിങ്ങൾ നോക്കും. ഒരു വ്രതം എടുക്കുക. അവർ വ്രതം എടുത്തതിന് ശേഷം വ്രതത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണ് ചെയ്യുന്നത്? അവൻ യഹോവയ്ക്ക് വഴിപാടായി ഹോമയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടി, പാപയാഗത്തിന് 1 വയസ്സ് മാത്രമുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടി, സമാധാന യാഗത്തിന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റൻ, 1 കൊട്ടയിൽ എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വട എന്നിവയും അവയുടെ ഭോജനയാഗവും പാനീയവും അർപ്പിക്കണം. ഞാൻ താഴോട്ടുണ്ടോ? അവൻ ആട്ടുകൊറ്റനെ കൊട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോട് യഹോവയ്ക്ക് സമാധാന യാഗമായി അർപ്പിക്കണം. വ്രതസ്ഥൻ തൻ്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത ശേഷം പുരോഹിതൻ ആട്ടുകൊറ്റൻ്റെ വേവിച്ച കൈക്കുറ എന്ത് ചെയ്യണം? ഇതിനെ അറത്തിട്ട് ബലിയാക്കിയതിന് ശേഷം അതിനെ വേവിച്ച് അത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയപ്പെടുന്ന യഹൂദരുടെ പുസ്തകത്തിൽ, ക്രൈസ്തവർ ദൈവികമെന്ന് അംഗീകരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹൈന്ദവ വേദത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം സർവ്വവേദ സത്യവാദമാണെന്ന് ഇദ്ദേഹത്തിന് എവിടെ പറയാൻ പറ്റുള്ളൂ? ഇത് വെറുതെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വെച്ചങ്ങോട്ട് തട്ടുന്നു എന്നല്ലാതെ, ഞാൻ അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടുകൂടി, അദ്ദേഹം എൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. ഈ വിഷയമൊക്കെ ഒന്ന് വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് നമുക്കൊരു ചർച്ചയാകാമല്ലോ. ഈ പുസ്തകത്തിൽ ഈ എഴുതിയിരിക്കുന്ന സംഭവമൊക്കെ ഉള്ളതാണോ? ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ഒരിക്കലും ഇങ്ങനത്തെ ചർച്ചയ്ക്കൊന്നും വരില്ല. ഇത് ആരുടെ മുമ്പിലേ ഇത് പറയുള്ളൂ? ഇത് ഈ വിഷയത്തിൽ ഒരു ധാരണയുമില്ലാത്ത ആളുകളുണ്ട്. അപ്പം ബലി എന്ന് പറയുന്നത് ഇദ്ദേഹം തോറയെ അംഗീകരിക്കുന്നു എന്ന് കൊണ്ട് വെറുതെ പറയുമ്പോൾ, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശനം ഇസ്ലാമിൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ സമാന വിമർശനം ആർക്കെതിരെയുമുണ്ട്? അഹിൽ കിതാബിൻ്റെ ആളുകളോടുമുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് നടത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് പ്രവാചക അധ്യാപനങ്ങളിലോ അല്ലെങ്കിൽ മുൻവേദങ്ങൾ എന്ന് പറയുന്നതിലോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യുക്തിചിന്ത മാത്രമാണ്. യുക്തിക്കനുസൃതമായിട്ട് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, ഇദ്ദേഹം ഇസ്ലാമിലെ അടിമ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ വർത്തമാനം പറയുന്നുണ്ട്. അത് നിൽക്കുന്നു കേൾക്കാം. അതുകൊണ്ട് റസൂലിനും കൊടുത്തു ഉദാരപൂർവ്വം ഒരു അടിമ സ്ത്രീയെ. എന്നിട്ട് കഥയുണ്ടാക്കി. എന്താ കഥ ഉണ്ടാക്കിയത്? ബുഖാരിയിൽ, മുസ്ലിമിൽ, തിർമുദിയിൽ, നസായിയിൽ, ഇബ്നു മാജയിൽ ഇങ്ങനെ കണ്ട സിഹാഹു സിത്തയിലെ എല്ലാ കിതാബുകളിലും എഴുതി വെച്ചു. എന്ത്? ഹഫ്സ ബീവിയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ അടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് ഹഫ്സ വരുമ്പോൾ ഇത് കണ്ടു. അങ്ങനെ കണ്ടിട്ട് അവർക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് അവർ പ്രവാചകനെ അധിക്ഷേപിച്ചു. നോക്കണം, ഏത് പ്രവാചകൻ? മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ട പ്രവാചകൻ ഒരടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് എഴുതാൻ ഈ ബുഖാരിക്ക് അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ബുഖാരി റസൂലുള്ളാഹിന്റെ ഭാഗത്തല്ലല്ലോ. റസൂലിന്റെ വ്യക്തിത്വത്തെ മഹത്വപ്പെടുത്താനല്ല ബുഖാരി തയ്യാറായത്. ഇമാതിരിയുള്ള വഷളത്തരങ്ങൾ എഴുതി വെക്കാനാണ്. റസൂല് വഫാത്താകുന്നത് വരെ അടിമയുടെ കൂടെ കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അതിനൊരു കുട്ടിയുണ്ടായി, ഇബ്രാഹിം. നിങ്ങൾ നോക്കണേ, ഈ ചരിത്രത്തിന്റെ ഒരു പോക്ക് നോക്കണം. ഇവരുണ്ടാക്കുന്ന ചരിത്രം ഇതൊരു പകരം വീട്ടലാ. എവിടെയാ പകരം വീട്ടൽ എന്നറിയോ? ഇബ്രാഹിം നബിക്ക് ഒരു അടിമയുണ്ടായിരുന്നു, ജൂതന്മാർ കഴിഞ്ഞു കൊടുത്തൊരു അടിമ. ആ അടിമയുടെ പേര് ഹാജർ എന്നാണ്. ആ അടിമയില ഇസ്മായിൽ ഉണ്ടായത്. മുഹമ്മദ് നബിയുടെ വംശം അടിമ വംശമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേലി തമ്പുരാക്കന്മാരും റബ്ബിമാരും ഉണ്ടാക്കിയ ഒരു കഥ. ഹാജർ ഒരു അടിമയായിരുന്നു. ഹാജറിന്റെ അടിമയായ ഹാജറിന്റെ മകനാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിന്റെ പരമ്പരയിലാണ് മുഹമ്മദ്. ഇപ്പുറത്ത് മുഹമ്മദിന് ഒരു അടിമയെ കൊടുത്തു മുആവിയ. ആ അടിമയുടെ പേര് മരിയ. ആ അടിമക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോൾ പണ്ടത്തെ ഇബ്രാഹിമിന്റെ പേര്. നോക്കണം നിങ്ങൾ, ഈ ചരിത്രമൊക്കെ എങ്ങനെയാ കൊളുത്തി വെക്കുന്നത് എന്ന്. ഈ ചരിത്രമൊക്കെ കൊളുത്തി വെക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇത് ചില്ലറ കാര്യമല്ല. ഇതിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പലതുണ്ട്. അതിൽ ഇങ്ങനെ വന്ന് അത് ബൂമറാങ് പോലെ തിരിച്ച് ഇബ്രാഹിമിലേക്ക് എത്തുന്നുണ്ട്.
അങ്ങനെയാണ്. അവിടെ ഇസ്മായിൽ എന്ന കുട്ടി ഹാജറ എന്ന അടിമയിൽ ഉണ്ടായി എന്ന് എഴുതി വെച്ചു. ആ ചരിത്രം വന്നിട്ട് ഇപ്പുറത്ത് മാരിയ എന്ന അടിമയിൽ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന് പേര് വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തി. ഇതൊന്നും അവിചാരിതമായി സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഈ ചരിത്രത്തിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോ മുഹമ്മദ് നബിക്ക് അടിമയെ കൊടുത്ത പോലെ ഇബ്രാഹിം നബിക്കും ഒരു അടിമയെ കൊടുത്തു യഹൂദ റബ്ബിമാർ. ഇവിടെ വാബിയൻ തമ്പുരാൻ അടിമയെ കൊടുത്തു. റസൂലുള്ളാഹിക്ക് അടിമ ഉണ്ടായിരുന്നില്ല. അടിമയെ കൊണ്ടു നടക്കുന്ന ആളല്ല മുഹമ്മദ് നബി. പ്രവാചകന്മാർക്ക് അടിമകൾ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യനടിമകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യൻ മനുഷ്യരെ അടിമയാക്കിയാൽ അദ്ദേഹത്തെ എങ്ങനെ പ്രവാചകൻ എന്ന് വിളിക്കും? പ്രവാചകന്റെ ഭാര്യയുടെ പേരാണ് മാരിയ, ഭാര്യയുടെ പേരാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യയുടെ പേരാണ് ഹാജർ, ഹാഗാർ. അത് അടിമയല്ല, അത് ഇസ്രായേലി റബ്ബിമാരുണ്ടാക്കിയ കെട്ടുകഥയാണ്. ഇവിടെയും നമ്മുടെ CH മുസ്തഫ വളരെ ആവേശം കൊള്ളുന്നുണ്ട്, വലിയ വായിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം അംഗീകരിക്കുന്ന തോറയിൽ നോക്കിയാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിമ ഭാര്യയായിക്കൊണ്ട് ഹാജറ ബീവിയുണ്ട്. അതേപോലെ തന്നെ കെത്തൂറ എന്ന് പറയുന്ന രണ്ടാമതൊരു സ്ത്രീയുണ്ട്, അവരിലും മക്കളുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് 2 ഭാര്യമാരും 2 ദാസിമാരും ഉണ്ടായിരുന്നു എന്ന് കാണാം. അതിലൂടെയാണ് ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന 12 പേര് രൂപപ്പെടുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ ബൈബിളിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടിമ നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാം. ഇദ്ദേഹം അംഗീകരിക്കുന്ന തോറയുടെ പുസ്തകത്തിൽ ആ അടിമ നിയമങ്ങൾ കൃത്യമായിട്ട് കാണാം. ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത്. ആരെ? പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചറിയാം. ഇസ്ലാം അടിമ സമ്പ്രദായം എന്ന് പറയുന്ന അതുണ്ടാകാൻ കാരണമായിട്ടുള്ള പല വഴികൾ അടയ്ക്കുകയും അനിവാര്യമായ ഒരൊറ്റ സാഹചര്യം മാത്രമാണ് നിലനിർത്തുകയും ചെയ്തത്. ആ അനിവാര്യ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ലോകത്ത് നിലനിന്നതും മനുഷ്യൻ്റെ ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്നതുമായ ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ സ്ലേവറി. അതായത് നമ്മൾ പഴയ റോമ കാലഘട്ടം നോക്കിയാലും ബാബിലോണിയ കാലഘട്ടം നോക്കിയാലും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നോക്കിയാലും ഏൻഷ്യൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ കാര്യം നോക്കിയാലും ഗുപ്ത രാജവംശത്തിലെ ആയാലും മൗര്യ വംശത്തിലായാലും അതേപോലെ റോമൻ സാമ്രാജ്യത്തിലായാലും അത് BC കാലഘട്ടത്തിലും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാർക്കും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബൈസാന്റിയൻ സാമ്രാജ്യത്തിനും അവിടെ ഉണ്ടായിരുന്ന സ്വരാഷ്ട്രീയൻ മതക്കാരായിട്ടുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിനും അവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾക്കും അടക്കം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ ഞാൻ വിശദീകരിച്ചത് യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിലെല്ലാം തന്നെ ഇവരിലെല്ലാം തന്നെ സ്ലേവറി അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്താൽ അവർ നമ്മുടെ ആളുകളെ അടിമയാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമും അതൊരു ഓപ്ഷനായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, യുദ്ധം പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ വെറുതെ വിടാം, ഇനി അതല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടാം, ഇനി അതല്ല മുസ്ലിം സമൂഹത്തിന് നല്ലത് അവരെ അടിമയാക്കലാണെങ്കിൽ അടിമയാക്കാം എന്ന ഒരു ഓപ്ഷണലായിട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ക്രൈസ്തവ ലോകത്തിൽ അവരംഗീകരിക്കുന്ന ബൈബിളിൽ ജൂതന്മാർക്ക് ഇന്നുമുള്ള നിയമത്തിൽ ബൈബിളിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണുന്നത് ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അയാളുടെ മകളെ അടിമയായിട്ട് വിൽക്കുക. ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്ത ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയില്ല. അവരെ സംബന്ധിച്ച് ഡെപ്റ്റ് ബോണ്ടേജ്, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഒരാൾക്ക് സ്വയം അടിമയാവുകയോ മകളെ അടിമയാക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഈ പുസ്തകത്തിനെ മുസ്തഫ അംഗീകരിക്കുന്നുണ്ട്. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവികമാണ്, അത് മാറ്റത്തിരുത്തലില്ലാത്തതാണ്, അത് ആ രൂപത്തിൽ തന്നെ പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൽ മാത്രമുള്ളതുപോലെയാണ് അദ്ദേഹം അവിടെ വിമർശനം നടത്തുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ ഇനി അടുത്ത സ്ലേവ്സ് ഏറ്റവും ലാസ്റ്റ്, ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയെയോ ഒരുത്തനെ അടിച്ച് തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം.
അവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ലടിച്ച് തകർത്താൽ അവൻ പല്ലിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം എന്ന് തുടങ്ങി ദാസന്മാരുടെ നിയമങ്ങളും അടിമ സമ്പ്രദായത്തിൻ്റെ നിയമങ്ങളും ഒക്കെ തന്നെ ഈ തോറയുടെ ഭാഗത്തും വളരെ വിശദമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുകയും തോറയെ അദ്ദേഹം മുറുകെ പിടിക്കുകയും വേദഗ്രന്ഥമായും, തോറയല്ല ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ഈ തനാക്ക് എന്ന് പറയുന്ന പുസ്തകത്തിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും ഈ പറഞ്ഞ വിഷയം നമുക്കറിയാം, മാരിയ ബീവിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നമുക്കറിയാം അതൊരു ദുർബലമായ സംഭവമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ആ വിഷയത്തിനെ ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചില മിഷണറിമാർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ CH മുസ്തഫയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു പാസ്റ്റർ അദ്ദേഹം ഈ വാദം കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുസ്തകത്തിനകത്തും ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇതേപോലെ ഹാജറ ബീവി ഇല്ലേ? ഹാജറ ബീവി എന്ന് പറയുന്നത് സ്ലേവ് സ്റ്റാറ്റസിലുണ്ടായിരുന്ന ഭാര്യയല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട്. ഈ ക്രൈസ്തവരാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ചീത്ത വിളിക്കുന്ന ക്രൈസ്തവർ. അത് നിങ്ങളത് കേട്ട് നോക്ക്. ഇപ്പം ഈ കാണിച്ച കോപ്രായത്തിൽ, അതായത് ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയെ അല്ലെങ്കിൽ അടിമയെ ദാസിയെ സ്വന്തമാക്കിയ ഏർപ്പാട് കണ്ടിട്ട് ഇങ്ങനെ അബ്രഹാം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അബ്രഹാമും ദാസിയെ പ്രാപിച്ചിട്ടുണ്ട്. ആകാറിലൊക്കെ കുട്ടികളുണ്ട്, കെത്തൂറയിൽ കുട്ടികളുണ്ട്. അതിലൊന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ അബ്രഹാമിനെ തള്ളുവോ മുഹമ്മദിനെ തള്ളുവോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ കുറ്റമല്ലേ ചെയ്ത്? തീർച്ചയായിട്ടും. പക്ഷേ അതിന്റെ പ്രശ്നം എവിടാന്ന് ചോദിച്ചാൽ അവരിലെ തിന്മയെ തള്ളിയിട്ട് നന്മയെ സ്വീകരിച്ചുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, അബ്രഹാമിനെ തള്ളൂ, ഇസ്ഹാക്കിനെ തള്ളൂ, യാക്കോബിനെ തള്ളൂ, എന്തിനാ ഞാൻ ഇവരെയൊക്കെ തള്ളുന്നു? അവരെ ഉൾക്കൊള്ളൂ. ചിലരേ ഉൾക്കൊള്ളൂ, ചിലത് ഉൾക്കൊള്ളൂല. മനസ്സിലായോ? അവരിലെ നന്മ ഉൾക്കൊള്ളും, തിന്മ ഇങ്ങോട്ട് എടുക്കുകയല്ല. വ്യക്തമായില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി വേറെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ചോദ്യോത്തര സെക്ഷനിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് വളരെ മനോഹരമാണ്, നീതിയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇന്ന് നമ്മൾ അമലുകളായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ അടുത്തുള്ള സഹോദരങ്ങളായിട്ടുള്ള സഹോദര സമൂഹത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നമ്മുടെ അടുത്തുള്ള മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ല. കാരണം അവർ സ്നേഹമുള്ളവരാണ്, അവർ 5 നേരം നിസ്കരിക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല, അവരുടെ നോമ്പും നല്ല കാര്യമാണ്, അവരുടെ സക്കാത്ത് അതിലും നല്ല കാര്യമാണ്, പ്രയോജനമുള്ളതാണ്, അവർ ഹജ്ജിന് പോകുന്നു, അതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, വേറെ ശല്യമൊന്നുമില്ല, അവരുടെ കൊടുക്കൽ വാങ്ങൽ അവർ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഖുർആനിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. ഖുർആനിൽ ചില കാര്യങ്ങൾ അത് ഇന്നത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അറിയത്തില്ല. ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ പ്രശ്നക്കാരാവും. എങ്ങനെ? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളിലോ നമ്മൾ പറയുന്ന ആശയങ്ങളിലോ ഒന്നും അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ നിങ്ങളുടെ കിതാബിൽ ചില പ്രശ്നങ്ങളില്ലേ എന്നവർ ചോദിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന അവൻ്റെ വിശ്വാസ സംബന്ധമായ കാര്യത്തിലും അവൻ്റെ വ്യക്തി ജീവിതത്തിലും അവനൊരു സാമൂഹ്യമായി ജീവിക്കുമ്പോഴും അവന് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ലോകത്തോട് പറയാൻ, മനുഷ്യരോട് പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ ലോകത്ത് പല ഹർഡിൽസും പല പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിലുമൊക്കെ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിനെയെല്ലാം അതിജീവിച്ച് വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ മനുഷ്യരിലേക്ക് എത്തുവാൻ. അന്ന് ബൈസാൻഡിയൻ സാമ്രാജ്യത്തിനകത്ത്, ക്രൈസ്തവ മതരാഷ്ട്രമായിട്ടുള്ള ബൈസാൻഡിക്ക് അകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദീൻ എത്തിക്കണമെങ്കിൽ
ദീൻ എത്തിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്ന പോലെ ഒരു 5 പേര് പോയി ഒരു സ്ക്വാഡ് വർക്ക് ചെയ്യുന്ന പോലെ ദഅവത്ത് നടത്താമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അത് മതരാഷ്ട്രമാണ്. അവരുടെ ഇടയിൽ തന്നെ തൃത്വം വിശ്വസിക്കുന്നവരുടെ ആളുകളുടെ ഇടയിൽ തന്നെ ചെറിയ ആശയവ്യത്യാസം എന്നുവെച്ചാൽ യേശു ദൈവമാണ്, പക്ഷേ യേശുവിലുള്ള ദൈവത്വവും മനുഷ്യത്വവും എന്ന് പറയുന്ന 2 പ്രകൃതം 2ആണോ 1ആണോ എന്നതിലുള്ള തർക്കം കാരണമാണ് നമ്മളിന്ന് കാണുന്ന, നമ്മുടെ നാട്ടിൽ കാണുന്ന സുറിയാനി ക്രൈസ്തവരെ അന്നത്തെ കത്തോലിക്ക സമൂഹം വേട്ടയാടിയത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സിറിയയിലേക്കും ദമസ്കസിലേക്കും ഈജിപ്തിലേക്കും ചെന്നപ്പോൾ, പേർഷ്യയിലേക്കും ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ നമ്മളോടൊപ്പം റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. എന്ന് വെച്ചാൽ അവിടെ അന്ന് പോയി നമുക്ക് 5 പേർക്ക് പോയി സ്ക്വാഡ് വർക്ക് ചെയ്യാമെന്ന് പറയുന്നത് പോലെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലെന്ന് മാത്രമല്ല, ക്രൈസ്തവരിൽ തന്നെ ചെറിയ ആശയവ്യത്യാസമുള്ള ആളുകളെ അവർ ജീവിക്കാൻ അനുവദിക്കാതെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ പള്ളികൾ പിടിച്ചെടുക്കുകയും അവരുടെ പാത്രിയർക്കിസ്മാർ ഒളിവിൽ പോവുകയും ചെയ്തിരുന്ന ആ ഹിറാക്ലിയസിൻ്റെ കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന മദീനയിൽ നിന്നും ദീൻ്റെ വെളിയിലേക്ക്, മദീന വിട്ട് വെളിയിലേക്ക് ദീൻ എത്തിക്കുന്നത്. അതേപോലെ തന്നെ സൗരാഷ്ട്ര മതരാഷ്ട്രമായി നിലനിൽക്കുന്ന പേർഷ്യൻ സാമ്രാജ്യം അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരെ തന്നെ സൗരാഷ്ട്ര മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ പ്രവാചകനെതിരെ, പ്രവാചക സമൂഹം അവിടെ വളർന്നു വരുന്നതിൽ പ്രശ്നമുണ്ടാക്കി. ആദ്യം നേരിട്ട് പ്രശ്നമുണ്ടാക്കി, അതിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പോയിട്ട് മക്കയിലുള്ള ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കി. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ മൊബൈൽ ഞാൻ ഉണ്ടാക്കി, ഈ മൊബൈൽ ഒരു പ്രൊഡക്റ്റാണ്, ഇത് ഞാൻ ഉണ്ടാക്കി. ആർക്കും ദൂഷ്യമില്ലാത്തൊരു സാധനമാണ് ഈ മൊബൈൽ. ഉണ്ടാക്കിയതിന് ശേഷം എനിക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾക്കാണെങ്കിൽ എനിക്ക് നേരിട്ട് കച്ചവടം ചെയ്യാം. നേരെ മറിച്ച് ഇത് വേറെ സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ധാരാളം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് അങ്ങോട്ട് പോകാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ, എനിക്കവിടെ ധാരാളം ഹർഡിൽസുകൾ നിലനിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കാൻ മാത്രമുള്ള നിയമങ്ങൾ പോരാ, അതിനുവേണ്ട സംവിധാനങ്ങൾ പോരാ. നേരെ മറിച്ച് ഇവർക്ക് അവിടെ എത്താനുള്ള സംവിധാനം വേണം, അവരെ നേരിടാനുള്ള സംവിധാനം വേണം. അതേപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ കാരണം അവർക്ക് മേൽക്കോയ്മ കിട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പല നിയമങ്ങളുമുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അന്നത്തെ ആ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മളിന്ന് ജീവിക്കുന്ന ഈ പറയപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലേക്കും 21-ാം നൂറ്റാണ്ടിലേക്കും എത്തിയപ്പോൾ ലോകക്രമം ഒന്ന് മാറി. ഈ പറയുന്ന 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഒന്ന് അടങ്ങി. ഇനി യുദ്ധങ്ങൾ നടന്നാൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. പണ്ട് പ്രാദേശിക, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ യഹൂദന്മാരുമായിട്ട് കരാറുണ്ടാക്കി, പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുമായിട്ട് കരാറുണ്ടാക്കി, അങ്ങനെ ഓരോ ആളുകളുമായിട്ടും സന്ധികളുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ പ്രാദേശിക സന്ധികൾ മാറിയിട്ട് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് വന്നു, അന്താരാഷ്ട്ര കരാറുകൾ വന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധങ്ങൾ നിർത്തലാക്കി. ഓരോ രാജ്യത്തിൻ്റെയും സോവറിനിറ്റി, പരമാധികാരം അംഗീകരിക്കുന്ന കാലത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെ ബൗണ്ടറീസ് അംഗീകരിക്കുന്ന കാലത്തിലേക്ക് വന്നു. ഏതെങ്കിലും തരത്തിൽ അതിൽ പ്രശ്നമുണ്ടാക്കിയാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ലോകക്രമം മാറിയപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുന്നതിന് ചില ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ നിയമങ്ങളെല്ലാം യുദ്ധത്തിൻ്റെ നിയമങ്ങളായിക്കോട്ടെ, ഗനീമത്ത് പിടിക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, ജിസിയാക്കുന്ന നിയമമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ഒരു ഈ ഓപ്ഷണലായിട്ട് ഇവരെ നേരിടേണ്ട യുദ്ധമുണ്ടായ സാഹചര്യത്തിലുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലുള്ളതുപോലെ ലോകാടിസ്ഥാനത്തിൽ തന്നെ കരാറ് രൂപീകരിക്കുന്ന രൂപത്തിൽ അവരുമായി കരാറിലായി ജീവിക്കുന്നതിനും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന ആളുകൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധമേ ഇല്ല. ഇങ്ങനെയായിരുന്നോ ഇവരുടെ കാലഘട്ടം? ഇങ്ങനെയായിരുന്നോ ഇവർ? ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലായിരുന്നോ? അല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ബൈസാന്യൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇവർ യുദ്ധം നടത്തിയിരുന്നു, കുരിശ് യുദ്ധം നടത്തിയിരുന്നു.
അവർ ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനുശേഷം നമുക്കറിയുന്നത് പോലെ 15 നൂറ്റാണ്ടായപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസൊക്കെ പുതിയ ലോകം കണ്ടുപിടിച്ചപ്പോൾ ആ നാടുകളിലേക്കും മാർപ്പാപ്പ തന്നെ ഔദ്യോഗികമായി കരാർ എഴുതി സ്പെയിനിനെയും പോർച്ചുഗീസിനെയും നാട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. ഇതിനൊന്നും തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളോ അവരുടെ ആശയങ്ങളോ ഒന്നും തന്നെ തടസ്സമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിന്നിരുന്ന ആളുകളെ നമുക്ക് നേരിടേണ്ട ആ സാഹചര്യത്തിലുള്ള നിയമങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അവരത് മറച്ചു വെച്ചുകൊണ്ട് പറയുമ്പോൾ സ്റ്റേണായിട്ട് നിന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വളവും തിരിവും ഇല്ലാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ചരിത്രം കൂടെ ചേർത്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വന്ന പിതാവാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തയ്യാറാവാതെ വിമർശിക്കുന്ന, സ്വന്തം പുസ്തകത്തെ തന്നെ വിമർശിക്കുന്ന ആളുകളാണ് ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുമ്പോൾ സ്റ്റേണായിട്ട് നിന്ന് അവരുടെ പുസ്തകത്തിലുള്ള നിയമങ്ങൾ എടുത്തു കാണിച്ച് ആ കാലഘട്ടത്തിലെ ചരിത്രം വിശദീകരിച്ച് ആ നിയമങ്ങൾ അത് ഓപ്ഷണലായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് നമ്മൾ തയ്യാറാകുന്നുവോ ആ സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ നല്ല ഇബാദത്തുള്ള ആളായിരിക്കും, നല്ല അമലുകൾ ചെയ്യുന്ന ആളായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവനെ അവിടെ വിറയ്ക്കാൻ തുടങ്ങും. അവനെ സംബന്ധിച്ചുള്ള ഈ കാര്യം എന്താണെന്ന് മനസ്സിലാകാതിരിക്കും. കാരണം എന്താ, അവൻ വായിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉണ്ട്. അവൻ പറയുന്ന ആയത്തുണ്ട്, അവൻ പറയുന്ന ഹദീസുണ്ട്, അവൻ പറയുന്ന സംഭവങ്ങളുണ്ട്. ഏത് പശ്ചാത്തലത്തിലുള്ള പ്രതികരണമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ ചരിത്രം കൂടെ മുന്നോട്ട് വെച്ച് നമ്മളതിനെ വിശദീകരിക്കാൻ തയ്യാറായാൽ ഇസ്ലാമിനെതിരായിട്ടുള്ള സകല വിമർശനങ്ങളും വളരെ സ്റ്റേണായിട്ട് നിന്നുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് അതിനെ വിശദീകരിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള താക്കത്തും ഇസ്സത്തും മുസ്ലിം ഉമ്മത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ലൈവാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കി. അപ്പം മുസ്തഫ മൗലവിക്ക് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തിൽ മുസ്തഫ മൗലവിയോട് പറയാണ്, താങ്കൾ ഇത്രയും വലിയ സംരംഭമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ വേദങ്ങളും ഒന്നാണ് എന്ന് താങ്കൾ നേരിട്ടുള്ള ഒരു ചർച്ചയിലൂടെ തെളിയിക്കാമോ? ഞാനിതുവരെ താങ്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് വസ്തുതയാണോ, അതല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബൈബിളിൽ ഇല്ലാത്തതാണോ, താങ്കൾ ക്ലിപ്പ് കാണിച്ചതിൽ എന്തെങ്കിലും അട്ടിമറി കാണിച്ചിട്ടുള്ളതാണോ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കളുമായിട്ട് പരസ്യമായിട്ട് ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് എത്ര സമയം തന്നാലും താങ്കൾക്ക് ഈ പറയപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളും പറയുന്നത് ഒന്നു തന്നെയാണ് എന്ന് തെളിയിക്കുക സാധ്യമല്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് താങ്കൾ ഏറ്റെടുത്ത് താങ്കളൊരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഞാൻ ഈ ലൈവിൽ തന്നെ താങ്കളോട് ഞാൻ പറയുകയാണ്. ഇവിടെ താങ്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവും ഒന്നാണ്. താങ്കളൊരു ദേവാലയം പണിത് അവിടേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുവെന്ന് പറയുമ്പോൾ താങ്കൾ വ്യക്തമായി പറയണം, ക്രൈസ്തവരുടെ ബൈബിളിലെ, ഞാനീ പറഞ്ഞതിൻ്റെ മൊത്തം സംക്ഷിപ്തം താങ്കളോട് ചോദിക്കുകയാണ്, ക്രൈസ്തവരുടെ ബൈബിളിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലെ 23 പുസ്തകങ്ങൾ, പൗലോസ് അടക്കമുള്ള ബാക്കി ആളുകൾ എഴുതിയ പുസ്തകങ്ങളെ വേദമാണ്, ഇൻസ്പയർഡ് ആണ്, സ്ക്രിപ്ചറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് തന്നെ കൂടിയ സുന്നഹദോസിൽ അവർ അംഗീകരിച്ച് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മുസ്തഫ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പരസ്യമായിട്ട് പറയണം. 2, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള കുരിശുമരണം താങ്കൾ പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുമ്പോൾ ക്രൈസ്തവരുടെ കയ്യിലുള്ള ഈ 4 പുസ്തകത്തെ എങ്ങനെ അംഗീകരിക്കുന്നു എന്ന് പറയണം. 3, താങ്കൾ പൗലോസിനെ നിഷേധിക്കുമ്പോൾ പൗലോസിൻ്റെ അനുയായിയായ ലൂക്കോസും മർക്കോസും എഴുതിയ സുവിശേഷം താങ്കൾക്ക് എങ്ങനെ സ്വീകാര്യമായി എന്ന് പറയണം. അതേപോലെ ഈ അംഗീകരിക്കാൻ കൂടിയ സുന്നഹദോസിലെ മുഴുവൻ ആളുകളും പല സുവിശേഷങ്ങൾ തള്ളി ഇതാണ് എന്ന് അംഗീകരിക്കുന്ന ആ ആളുകൾ എന്ന് പറയുന്നത് മുഴുവൻ പൗലോസിൻ്റെ ലേഖനങ്ങളെ ആദ്യം അംഗീകരിച്ചവരാണ്. ആ ആളുകളാണ് ബാക്കി പുസ്തകങ്ങളെയും സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുസ്തഫയ്ക്ക് അവരുടെ ആ സുന്നഹദോസിനെ മുസ്തഫ കൃത്യമായി, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈസ അലൈഹിസ്സലാം ഇലാഹല്ല എന്ന് പറയുന്നതിനെ
അതിനെക്കുറിച്ച് നിലപാടെന്താ? ഈ ദൈവത്തിന്റെ പുത്രനെ എന്ന് പറയുന്നതിനെ ഖുർആൻ നിഷേധിക്കുന്നു എന്ന് പറയുന്ന നിലപാടെന്താ? ഈസാ അലൈഹി ഇസ്ലാം ഉൾപ്പെട്ട ത്രിഏക ദൈവം പടച്ച ഈസാ അലൈഹി ഇസ്ലാം പിതാവ് പുത്രനോട് സാരാംശത്തിൽ തുല്യൻ എന്ന് പറയുന്ന ഈ വാദത്തെക്കുറിച്ച് മുസ്തഫയുടെ നിലപാടെന്താ? തോറയുമായി ബന്ധപ്പെട്ട് ബലിയുടെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നിങ്ങളുടെ നിലപാടെന്താ? അവിടെയുള്ള അടിമ നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താ? ഇത്രയുമൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർച്ചയിലേക്കോ ഉണ്ടാക്കുന്ന കെട്ടിടത്തിലേക്കോ ആർക്കാണ് വരാൻ സാധിക്കുക? ഏത് ജൂതന് വരാൻ സാധിക്കും? ഏത് ക്രൈസ്തവന് വരാൻ സാധിക്കും? അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കി താങ്കളുടേതായ ചില അനുയായികളെ എന്തു പറഞ്ഞാലും കൂടെ നിൽക്കുന്ന അന്തം പാർട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അവിടെ നിൽക്കാമെന്നുള്ളതല്ലാതെ ഇനി താങ്കൾ അതങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്താൽ അതൊരു വേറൊരു മതമായിക്കൊണ്ട് അതിനെ നമുക്ക് പ്രഖ്യാപിച്ച് വിടാൻ സാധിക്കും. ഏതായാലും കാര്യബോധമുള്ള ഒരൊറ്റ ക്രൈസ്തവനോ ഒറ്റ യഹൂദനോ ബൈബിൾ വിശ്വാസിയോ ആരും തന്നെ താങ്കളുടെ വഴിക്ക് വരില്ല. താങ്കൾ യഥാർത്ഥത്തിൽ ഇന്ന് വേറെ ആരും ചെയ്യാത്ത ഏറ്റവും രൂക്ഷമായ വിമർശനം സകല മതങ്ങൾക്കെതിരായും തന്നെ നടത്തുന്ന ആൾ തന്നെയാണ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഇത് താങ്കൾക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന സ്ഥലത്ത് വെച്ച് പരസ്യമായി ഈ വിഷയത്തിലൊരു ഖണ്ഡനം എൻ്റെ മുന്നിൽ വെച്ച് നടത്താൻ താങ്കൾ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.